നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് കിടക്കുകയാണ്, നേരം കളയുന്നില്ല. ഇന്ന് ഞാൻ പറയാൻ വിചാരിക്കുന്നതേ, നമ്മുടെ നാട്ടിൽ പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ഡിപ്രഷൻ എന്നുള്ള ഒരു വാക്ക് നമ്മളങ്ങനെ കേട്ടിരുന്നില്ല അല്ലേ. ഡിപ്രഷൻ, ഇന്നിപ്പോൾ ഡിപ്രഷനാണ് എല്ലാവർക്കും, എല്ലാ ചെറിയ കുട്ടികൾക്ക് തൊട്ട് ഇന്ന് കേൾക്കുന്നത് ഡിപ്രഷൻ എന്നാണ്. എല്ലാവരും ഡിപ്രഷനിലാണെന്നാണ് പറയുന്നത്. എന്നാൽ പണ്ട് നമ്മുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ഒരു 40 വയസ്സിന് മുകളിലുള്ളവർക്ക് ആർക്കും ഈ ഡിപ്രഷൻ എന്നുള്ള വാക്കുകളൊന്നും അന്ന് കേട്ടിട്ടില്ല ആരും. ഇപ്പോൾ ചെറിയ കുട്ടികൾ, നഴ്സറിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തൊട്ട് ഡിപ്രഷൻ എന്നുള്ളൊരു വാക്ക് കേൾക്കുന്നുണ്ട്. എല്ലാവർക്കും ഡിപ്രഷനാണ്. കുട്ടിക്ക് ഡിപ്രഷനാണ്, വലിയ ഒരു 15 വയസ്സുകാരന് ഡിപ്രഷനാണ്, അതേപോലെ ആത്മഹത്യക്ക് ശ്രമിച്ചു, അതേപോലെ ആത്മഹത്യ ചെയ്തു, അതേപോലെ തന്നെ എല്ലാവർക്കും തന്നെ ഇപ്പോൾ ഡിപ്രഷൻ എന്നുള്ള വാക്ക് വളരെ കോമൺ ആയിട്ട് കേൾക്കുന്നൊരു വാക്കാണ്. എന്തുകൊണ്ടാണ് ഈ ഡിപ്രഷൻ ഇങ്ങനെ കൂടി വരുന്നത്? പണ്ട് കാലത്തില്ലാത്ത രാതി ഡിപ്രഷൻ ഇപ്പോൾ എന്താണ് ഇങ്ങനെ കൂടി വരുന്നതെന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ട കാര്യം തന്നെയാണ്. അതായത് പണ്ട് കാലങ്ങളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് അമിതമായിട്ട് ആരുടെ മേലും ഒന്നും അടിച്ചേൽപ്പിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല. പണ്ട് എല്ലാവരും ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോവും, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. അതൊക്കെ മൂത്തവർ ചെയ്യുന്നത് കണ്ടിട്ടായാലും, അല്ലെങ്കിൽ അവർ പറഞ്ഞതനുസരിച്ചിട്ടായാലും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട കാര്യമാണെന്ന് നമുക്കൊക്കെ നല്ല ബോധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളതങ്ങനെ ചെയ്യും. പക്ഷേ ഇപ്പോൾ ഉള്ളവർക്ക് അങ്ങനെയല്ല. ഇപ്പോൾ ഉള്ളവർക്ക് അതൊന്നും ചെയ്യാനൊന്നും തന്നെ താല്പര്യമില്ല. അപ്പോൾ അവരത് ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിതമാവുകയാണ്. നിർബന്ധിതമാവുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യാനായിട്ട് നമ്മൾ നിർബന്ധിതരാകുമ്പോൾ എന്താ ഉണ്ടാവുക? നമുക്ക് ഡിപ്രഷൻ വരും. അതാണ് പണ്ടത്തെയും ഇപ്പോഴത്തെയും തമ്മിലുള്ള വ്യത്യാസം ഞാൻ കാണുന്നത്. അപ്പോൾ ഈ ഡിപ്രഷനിലേക്ക് നമ്മൾ പോവുകയാണ്. അതായത് നമുക്ക് താല്പര്യമില്ലാത്തൊരു കാര്യം, നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കല്യാണം, നമുക്ക് പല കാര്യങ്ങളാണ് ഡിപ്രഷൻ. ഇപ്പോൾ ആളുകൾ ഡിപ്രഷൻ്റെ കാരണം പലതാണ് ഇപ്പോൾ. അതായത് ഇപ്പോൾ ഒരു കുട്ടി ഒരു പ്രേമമായി, അപ്പോൾ അത് ഒരാളതിന് വേണ്ടാന്ന് വെച്ചു, ഉടനടി ഡിപ്രഷനിലേക്ക് പോയി. അതേപോലെ ഒരു പരീക്ഷ ഉണ്ടായി, അതിൽ പരാജയപ്പെട്ടു, അല്ലെങ്കിൽ അതിൽ കുറച്ച് മാർക്ക് കുറഞ്ഞു. ഇപ്പോൾ 100 മാർക്ക് കിട്ടേണ്ടടുത്ത് 99 മാർക്ക് കിട്ടിയവരെ കുട്ടികൾക്ക് ഇപ്പോൾ ഡിപ്രഷനാണ്. അതിന് കാരണം എന്താണ്? മാതാപിതാക്കൾ ഇവരെ വളരെയധികം നിർബന്ധിച്ചും അവരെ മേലെ അടിച്ചേൽപ്പിക്കണം എല്ലാതും. അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയധികം ഡിപ്രഷൻ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് കാണുന്നത്. അതായത് ഇപ്പോൾ ഒരു കുട്ടിക്ക് ഇഷ്ടമുള്ളൊരു വിഷയമല്ല അവനെ കൊണ്ട് അല്ലെങ്കിൽ അവളെ കൊണ്ട് പഠിപ്പിക്കുന്നത്, മാതാപിതാക്കളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. പണ്ടൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. നമുക്ക് ഏത് പഠിക്കണമെന്ന് നമ്മുടെ ഇഷ്ടത്തിന് നമുക്കത് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയില്ല. ഇപ്പം മാതാപിതാക്കൾ എന്താ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യണം. അവർ കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ അവർ ഒക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ടാവും. ഇന്ന മാതിരി ജീവിക്കണം, ഇന്ന മാതിരി പഠിക്കണം, ഇന്ന രീതിയിൽ ജീവിക്കണം എന്നൊക്കെ. അത് കുറേ കുട്ടികൾക്കും ആളുകൾക്കൊക്കെ അത് ഓക്കെ ആയിപ്പോവും. പക്ഷേ കുറേ കുട്ടികൾക്കോ അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് അത് അത്ര ഓക്കെ ആവില്ല. അങ്ങനെയുള്ളവരാണ് ഈ ഡിപ്രഷനിലേക്ക് പോണത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള ഒരു അടിച്ചേൽപ്പിക്കൽ കൂടുതലുള്ളത് കൊണ്ടാണ് ഈ ഡിപ്രഷൻ എന്നുള്ളൊരു പ്രശ്നം കൂടുതൽ വരുന്നത്. പണ്ട് ഇത്രയധികം അടിച്ചേൽപ്പിക്കലില്ല, മാത്രമല്ല ഇത്രയധികം അടിച്ചേൽപ്പിക്കാൻ മാത്രമുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും കണ്ടറിഞ്ഞല്ലാതെ ചെയ്യുന്ന ആളുകൾ, ഒരുവിധം എല്ലാവരും അങ്ങനെ തന്നെയാണ്, കണ്ടറിഞ്ഞ് ചെയ്യും. പിന്നെ വിരലിലുണ്ടാവുന്ന കുറച്ച് ആളുകളൊക്കെ ഉണ്ടാവും, അതിനൊക്കെ വിപരീതമായിട്ടുള്ളവരുണ്ടാവും. പക്ഷേ എന്നാലും ഭൂരിഭാഗം ആളുകൾ അതൊക്കെ കണ്ടറിഞ്ഞ് അവനവന് നല്ല കാര്യങ്ങളായിട്ട് തോന്നുന്നത് അതൊക്കെ സ്വയം തന്നെ അവരത് ചെയ്യാണ്. മാതാപിതാക്കൾക്ക് അടിച്ചേൽപ്പിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ മാതാപിതാക്കൾ അടിച്ചേൽപ്പിച്ച് കുട്ടികൾക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളിൽ കുട്ടികൾ ചെന്ന് അവർക്ക് ആകെ ഒരാൾക്ക് ചുമട് എടുക്കാൻ പറ്റാത്തതിലധികം ചുമടായി കഴിഞ്ഞാൽ ആൾക്ക് നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പോഴത്തെ കുട്ടികളും ആവണത്. അവർക്ക് ഈ ഇന്നത്തെ ഭാരം അവർ ചുമലിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നടക്കാൻ പറ്റുമോ?
ഇനി നമ്മളിത് ചെയ്തില്ലെങ്കിൽ മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന വിഷമങ്ങളും അവർ പറയുന്നുണ്ടാവും, ഞങ്ങൾക്ക് ആൾക്കാരെ മുഖത്തേക്ക് നോക്കണം, നീ ഇത്ര മാർക്ക് വാങ്ങിച്ചില്ലെങ്കിൽ, നിനക്ക് ഇന്ന സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ പിന്നെ വല്ല തൂങ്ങി ചാവോ വേണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടികളെ ഭീഷണിപ്പെടുത്താണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് അതും ഒരു അവരുടെ കുഞ്ഞു മനസ്സല്ലേ, അവർക്ക് അതും ഒരു പേടിയാണ്. ഇനി ഞാൻ 10ാം ക്ലാസ്സിൽ ഇത്ര മാർക്ക് മേടിച്ചില്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും എന്തെങ്കിലും കടുങ്ങി ചെയ്യുമോ എന്നുള്ള പേടി, ആ സ്ട്രെസ്സ് വരുമ്പോൾ തന്നെ കുട്ടികൾ മാനസികമായിട്ട് ആകെ തളരുകയാണ്. അപ്പോൾ ആ തളർച്ച എന്താണ്, അവരെ ഒരു ഡിപ്രഷനിലേക്ക് നയിക്കുകയാണ്. അതൊക്കെയാണ് ഇന്നത്തെ ഡിപ്രഷൻ്റെ ഭൂരിഭാഗം ഡിപ്രഷൻ്റെയും കാര്യങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെയാണ്. അതേപോലെ ഇപ്പോൾ ഒരു പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലി കിട്ടും, കിട്ടാതിരിക്കും. നമ്മൾ വിചാരിച്ച ജോലി ചിലപ്പോൾ കിട്ടില്ല, നമുക്ക് ചിലപ്പോൾ വിചാരിച്ച അത്ര ശമ്പളമുള്ള ജോലി കിട്ടില്ല. അതൊക്കെ പതിവാണ്. അതൊക്കെ പണ്ട് കാലത്ത് അതിനൊന്നും വലിയൊരു പ്രാധാന്യം കൊടുത്ത ആളുകൾ തൂങ്ങിച്ചാവാനും ഇതിനൊന്നും പോവില്ല. പക്ഷെ ഇപ്പം അതല്ല, പഠിച്ച് ജോലി കിട്ടിയില്ല, വിചാരിച്ച പോലുള്ള ശമ്പളമുള്ള ജോലി കിട്ടിയില്ല, വിചാരിച്ച സ്ഥലത്ത് ജോലി കിട്ടിയില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എന്താണ്, ഇവർക്കതൊന്നും താങ്ങാൻ പറ്റാണ്ട് വരികയാണ്. ഭാരങ്ങളൊന്നും കുട്ടികൾക്ക് താങ്ങാൻ പറ്റാതെ വന്നിട്ട് ഈ കുട്ടികൾ ഓരോ കടുങ്കൈകൾ ചെയ്യണം, ആത്മഹത്യകൾ ചെയ്യണം. അതവർക്ക് താങ്ങാൻ പറ്റാത്തൊരു ഭാരം നമ്മളവരെ മേലെ അടിച്ചേൽപ്പിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ മാതാപിതാക്കളെ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് താങ്ങാൻ പറ്റാത്ത ഭാരം പരമാവധി, ഒരു കുട്ടിക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാളും ഭാരം ആ ചില കുട്ടികൾ, ഒരുവിധം എല്ലാ കുട്ടികളും അത് എങ്ങനെയെങ്കിലുമൊക്കെ കൈകാര്യം ചെയ്ത് പോവും. പക്ഷെ ചിലവർക്ക് അത് തീരെ പറ്റില്ലെങ്കിൽ നമ്മൾ പിന്നെ അവരെ അടിച്ചേൽപ്പിക്കാതിരിക്കുകയാണ് നല്ലത്. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നല്ലതിന് ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് ദോഷമായിട്ടാണ് മാറുന്നത്. അപ്പോൾ നമ്മളെന്താ വേണ്ടത്, അങ്ങനെയുള്ളവർ അല്ലെങ്കിൽ അവർക്ക് ഇത്തിരി പഠിക്കാൻ ഇത്തിരി പുറകോട്ടാണ്. അപ്പോൾ നമ്മളത് അതിനനുസരിച്ച് അവരെ ചീത്ത പറയാണ്ടും നമ്മളവരെ ഭീഷണിപ്പെടുത്താണ്ടും ഒക്കെ നമ്മൾ പരമാവധി നോക്കി നോക്കുക. എന്നിട്ട് പറ്റില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അന്ന് അവന് ഇഷ്ടമുള്ളത് പഠിക്കട്ടെ, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ എന്നുള്ളൊരു തീരുമാനത്തിൽ നമ്മൾ എത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ഞാൻ പറയുന്നതോട് അനുകൂലിക്കണമെന്നൊന്നുമില്ല, ഉണ്ടാവില്ല. പക്ഷെ ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അവനങ്ങനെ ഇഷ്ടമാണെങ്കിൽ, അവൾക്ക് അങ്ങനെ ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ എന്ന് വിചാരിക്കുക. അതേപോലെ തന്നെയാണ് ഒരു കല്യാണങ്ങളുടെ കാര്യങ്ങൾ വരികയായാലും. അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. ഇപ്പോൾ അതും ഇതും കൂടി ആയി കഴിഞ്ഞാൽ സമയം കുറയാവും. അപ്പോൾ അത് കാരണം ഞാൻ ഇപ്പോൾ ഈ വക കാര്യങ്ങൾ ഇത് മാത്രമേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഇങ്ങനെ ഒരാളെ മാനസിക സമ്മർദ്ദത്തിൽ ആഴ്ത്തുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ അവരുടെ തലയിൽ പരമാവധി നമ്മളായിട്ട് വെച്ച് കെട്ടാണ്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അവർ കുറച്ചൊക്കെ ഒരു എന്താ പറയുക, നമ്മളൊരു സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കണ്ടേ, നമ്മളൊരു അപ്പോൾ പറയും കുട്ടികൾ പഠിക്കണ്ടേ, കുട്ടികൾക്ക് ജോലി കിട്ടണ്ടേ, ഒക്കെ വേണം. എന്നാലും അതിനൊക്കെ ഒരു പരിധി നമ്മൾ നിശ്ചയിക്കുക. വല്ലാതെ നമ്മൾ ഇതാക്കിയിട്ട് അവരെ ബുദ്ധിമുട്ടിച്ച് അവരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള കൈകടത്തലുകൾ നമ്മൾ മാതാപിതാക്കളായാലും ആരായാലും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ഡിപ്രഷൻ്റെ കാര്യമാണ് ഇന്ന് ഞാൻ കുറേ അത് കേൾക്കണു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ അതിനെപ്പറ്റി ചെയ്യണമെന്ന്. അപ്പോൾ ഇതൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യങ്ങളാണ്. ഇത് ശരിയാവോ തെറ്റാവോ ഓരോരുത്തരുടെ ജീവിത രീതികൾക്കും കാര്യങ്ങൾക്കും അനുസരിച്ചിട്ടായിരിക്കും, എൻ്റെ ഉള്ളിൽ തോന്നിയിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് ഇതാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നാളെ ഞാൻ വേറൊരു വീഡിയോയുമായിട്ട് വരാം. ഓക്കേ, ബൈ.